അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. ഏറ്റവും സ്നേഹവും ബഹുമാനം നിറഞ്ഞ മുഅ്മിനാത്തുകളെ, പരിശുദ്ധ റമളാൻ മാസം നമ്മോട് മഗ്ഫിറത്തിൻ്റെ പത്തിനാണ് ഉള്ളത്. റഹ്മത്തിൻ്റെ പത്ത് നമ്മോട് വിട പറഞ്ഞു കഴിഞ്ഞു. ഈ വർഷത്തെ ഇനി മഗ്ഫിറത്തിൻ്റെ പത്തിലാണ് ഉള്ളത്. ഇനി അങ്ങോട്ട് ലൈലത്തുൽ ഖദ്റൊക്കെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കേണ്ട രാവുകളാണ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, 10, 11, 12 ദിവസം കഴിയുമ്പോൾ പള്ളിയിൽ നിന്ന് ആളുകൾ കുറഞ്ഞു കൊണ്ടുപോകുന്ന അവസരമാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കൂടുതലായി ഒന്നും പറയുന്നില്ല. ലൈലത്തുൽ ഖദ്റിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണമെന്ന്, അവസാനത്തെ പത്തെത്തുമ്പോൾ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു ലൈലത്തുൽ ഖദ്റിൽ ഒരൊറ്റ ദിവസം നമുക്കത് കിട്ടിക്കഴിഞ്ഞാൽ 1000 മാസത്തിനേക്കാൾ ഖൈറുള്ള ദിവസമാണ് ആ ഒരൊറ്റ രാവ് ലൈലത്തുൽ ഖദ്ർ എന്ന് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഖുർആനിൽ കാണാം, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്ർ ഖൈറും മിൻ അൽഫി ശഹർ. ലൈലത്തുൽ ഖദ്ർ ഖൈറും മിൻ അൽഫി ശഹർ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. കണ്ടോ, 1000 മാസത്തിനേക്കാൾ 1000 മാസങ്ങൾക്കാൾ പുണ്യമുള്ള ഒരു രാവാണ് ലൈലത്തുൽ ഖദ്ർ. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ ലൈലത്തുൽ ഖദ്ർ കിട്ടാൻ വേണ്ടി നാം നോക്കണം. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു സംവിധാനിച്ചിട്ടുള്ള ആ മാസത്തെ നമ്മൾ വെറുതെയാക്കി തമാശയായി അതിലൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മൾ പോയാൽ ഓരോരുത്തർക്കും നഷ്ടമായി പോകും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആ ലൈലത്തുൽ ഖദ്ർ കിട്ടാത്ത ആളുകളുണ്ട്, ലൈലത്തുൽ ഖദ്ർ ലഭിക്കാത്ത ആളുകളും ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലൈലത്തുൽ ഖദ്ർ കിട്ടാത്ത 4 ആളുകളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ആരാണത്? അർബഅത്തുൻ ലാ യദ്ഖുലു ലാ യുഗ്ഫർ ലഹും ഫീ ലൈലത്തുൽ ഖദ്ർ മുദ്മിനുൽ ഖംർ വഹാഖുൽ വാലിദി വഖാത്തിഉർ റഹിം മുശാഹിരുൻ. ഇങ്ങനെ 4 ആളുകളെ സംബന്ധിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അവർക്ക് ലൈലത്തുൽ ഖദ്ർ കിട്ടുകയില്ല. ആരാണ് 4 ആളുകൾ? നാം അത് മനസ്സിലാക്കണം. കള്ളുകുടിയന്മാരുണ്ടെങ്കിൽ, സ്ഥിരമായി നിൽക്കാത്ത കള്ളു കുടിക്കുന്ന ആളുകളുണ്ടെങ്കിൽ, ഹൈന്ദവരെ സംബന്ധിച്ചല്ല പറയുന്നത്, മുഅ്മിനീങ്ങളിൽപ്പെട്ട ആളുകൾ, ഹൈന്ദവർക്ക് വിഷയമേ വരുന്നില്ല. അവർക്ക് ലൈലത്തുൽ ഖദ്ർ എന്താണെന്നോ റമദാനെന്നോ നോക്കേണ്ടതുമില്ല. അവർക്ക് പള്ളിക്ക് വരണമെന്നില്ല, അവർക്ക് നിസ്കരിക്കണമെന്നില്ല. കാരണം അവർക്ക് സ്വർഗം ഇവിടെ തന്നെയാണല്ലോ. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത്. ലൈലത്തുൽ ഖദ്ർ കിട്ടാത്ത ആളുകളുണ്ട്, 4 ആളുകൾ. അവർ പ്രതീക്ഷിക്കുന്നത് എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, 4 ആളുകളെ സംബന്ധിച്ച് പറഞ്ഞു. അതാ പറഞ്ഞ അർബഅത്തുൻ ലാ യദ്ഖുലു ലാ യുഗ്ഫർ ലഹും ഫീ ലൈലത്തുൽ ഖദ്ർ. വളരെ 4 ആളുകളെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഒന്ന്, കള്ളുകുടിയന്മാരാണ്. സ്ഥിരമായി കള്ളു കുടിക്കുന്ന ആളുകൾ, സ്ഥിരമായി മദ്യപിക്കുന്ന ആളുകൾക്ക് എന്താണ് ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കേണ്ടതില്ല. അവർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കും. അല്ലാഹു തആല ഇനി അങ്ങോട്ട് നിങ്ങൾ അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങിയാൽ ഇതൊരിക്കലും അങ്ങനത്തെ ഒരു സംഗതി ഉണ്ടാകൂല എന്ന് പറഞ്ഞാലോ, പിന്നെ അള്ളാഹുമായിട്ടാണ് നമുക്കറിയാം. വിശ്വാസങ്ങൾ പറയും, സ്ഥിരമായി കള്ളു കുടിക്കുന്നവർക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല. പിന്നെ മാതാപിതാക്കളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ആൾ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്ന ചില ആളുകളുണ്ട്. എപ്പോഴും പ്രായമുള്ളവർ എല്ലാത്തരൊക്കെ ആക്രമിക്കുന്ന ഇന്നത്തെ കാലം പറയേണ്ടതില്ല. ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. എന്തെല്ലാമാണ് മാതാപിതാക്കളെയൊക്കെ ആക്രമിക്കുന്ന മക്കൾ. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലൈലത്തുൽ ഖദ്ർ കിട്ടാത്ത 2ാമത്തെ ആൾ മാതാപിതാക്കളെ പീഡിപ്പിക്കുന്ന, അവർ ആക്രമിക്കുന്ന, അവരെ ശല്യം ചെയ്യുന്ന ആളുകൾക്ക് കിട്ടുകയില്ല. എപ്പോഴും മാതാപിതാക്കളെ ഉപ്പയും ഉമ്മയെയും ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന അവർക്ക് കിട്ടുകയുമില്ല. പിന്നെ കുടുംബബന്ധം എന്താണ്? കുടുംബബന്ധം മുറിക്കുന്നവർ വിച്ഛേദിക്കുന്നു പറഞ്ഞാൽ, കുടുംബബന്ധം മുറിക്കാമെന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ജ്യേഷ്ഠനും അഞ്ചനും പെങ്ങളും അങ്ങനെ മറ്റുള്ള എല്ലാ കുടുംബം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പരസ്പരം കുടുംബത്തിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. എപ്പോഴും കുടുംബ കലാമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാകും. അവർക്കൊക്കെ ഒന്നും കുടുംബബന്ധം പുലർത്തുന്നവരൊക്കെയാണ്. കുടുംബബന്ധം മുറിക്കുന്നവർക്ക് ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കേണ്ടതില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ, ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുമ്പോൾ കുടുംബബന്ധം മുറിക്കുന്നവർ പ്രതീക്ഷിക്കേണ്ടതില്ല, അവർക്ക് കിട്ടുകയില്ല. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിക്കോ. ഇനി കിട്ടണോ? തൗബ ചെയ്ത് മടങ്ങിയാൽ അള്ളാഹു തആല അത് കാണും. അതുപോലെ തന്നെയാണ്. പിന്നെ 4ാമത്തെ എന്താണ്?
മൂന്നാമത്തെ ആണല്ലോ കുടുംബബന്ധം മുറിക്കുക എന്ന് പറയും. നാലാമത്തെ എന്താണ്? വഹാക്കുൽ വാലിദീൻ വഖാത്തിർ റഹീം, കുടുംബബന്ധം മുറിക്കുക. അതുപോലെ തന്നെ മുഷാഹിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മുഷാഹിൻ എന്ന് പറഞ്ഞാൽ കുശുമ്പും അതുപോലെ തന്നെ കാപട്യവും നമ്മുടെ മനസ്സിലുള്ള എപ്പോഴും വൈരാഗ്യവും വിദ്വേഷങ്ങളൊക്കെ വെച്ചുകൊണ്ട് നടക്കുന്ന ആളുകളുണ്ടാവും. എപ്പോഴും നോക്കിയാൽ വൈരാഗ്യവും വിദ്വേഷവും കൊഴുമ്പും ഫസാദും പറഞ്ഞ് നടക്കുന്ന ആൾ, അവർക്കൊന്നും ഉണ്ടാവില്ല, ലൈലത്തുൽ ഖദർ കിട്ടുകയും ഇല്ല. അതുകൊണ്ട് എൻ്റെ പ്രിയ 4 ആളുകൾക്കാണ് ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കേണ്ടതില്ല, അവർക്ക് കിട്ടുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത്തുൽ ഖദർ മഹത്വം 4 വിഭാഗം ആളുകൾക്ക് എന്താവില്ല, അത് കിട്ടുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഒന്ന് മുദ്ഇബിനു ഖംർ വഹാഖുൽ വാലിദൈനി വഖാത്തിർ റഹീം മുഷാഹിൻ. ഈ 4 ആളുകളാണ്. ഒന്നെന്താണ്? സ്ഥിരമായി കള്ളുകുടിക്കുന്ന ആളുകൾ, കണ്ണു നിർത്തുന്നില്ല കള്ളുകുടിയന്മാർ. രണ്ടാമത്താണെന്ത്? വഹാഖുൽ വാലി, മാതാപിതാക്കളെ ആക്രമിക്കുന്ന, അവരെ ബുദ്ധിമുട്ടിക്കുന്ന ആൾ, പീഡിപ്പിക്കുന്ന ആളുകൾ. വഖാത്തിർ റഹീം, കുടുംബബന്ധം മുറിക്കുന്ന ആളുകൾ. മുഷാഹിനും, അതുപോലത്തെ വിദേശം കുടുംബം വെച്ചുകൊണ്ട് എപ്പോഴും വൈരാഗ്യത്തിലൂടെ നടക്കുന്ന അങ്ങനെയുള്ള ചില ആളുകളുണ്ടാകും. അവർക്കൊന്നും ലൈലത്തുൽ ഖദർ കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് ലൈലത്തുൽ ഖദർ കിട്ടാത്ത 4 വിഭാഗം ആളുകളാണിവർ. അതുകൊണ്ട് അവർ വളരെ ശ്രദ്ധിക്കണം. അള്ളാഹുലേക്ക് ഖേദിച്ച് തൗബ ചെയ്ത് മടങ്ങിയാൽ അള്ളാഹുവാണ് കാണുന്നവൻ, അള്ളാഹുവാണ് അറിയുന്നവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് എങ്ങനെയാണ്? അതുകൊണ്ട് ലൈലത്തുൽ ഖദർ ഉദ്ദേശിക്കുന്നവർ, കള്ളു കുടിക്കുന്നവർ ശ്രദ്ധിച്ചോ. നമുക്ക് ആഖിറത്തിൽ രക്ഷപ്പെടേണ്ട ഉമ്മനീങ്ങളെ എല്ലാ ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ലൈലത്തുൽ ഖദർ അല്ലാഹു തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരൊറ്റ ദിവസം, അന്നത്തെ ദിവസം ലൈലത്തുൽ ഖദറാണെങ്കിൽ 1000 മാസങ്ങളെക്കാളും മഹത്വമുള്ളതാണ് ഒരൊറ്റ രാവ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു ആ നിലക്ക് ഞങ്ങൾക്ക് ആക്കി തരുമാറാവട്ടെ. പരിശുദ്ധ റമളാൻ മാസം നമ്മോട് വിട പറയാൻ ഇന്ന് 2 ആഴ്ച അത്രയേ ഉള്ളൂ. നാളെ വെള്ളിയാഴ്ചയാണ്. പിന്നെ എങ്ങനെ കഴിഞ്ഞുകൊണ്ട് പോവുകയാണ്. പെട്ടെന്ന് ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോഴേക്ക് പോകും. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ആ റമളാൻ മാസം നല്ല നിലക്ക് പറഞ്ഞേക്കാൻ വേണ്ടി അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.